ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാൻ പ്രിപ്പറേഷൻസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇടേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ലേറ്റ് ആയാലും കുഴപ്പമില്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണല്ലോ ഇത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് തന്നെ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ റമദാനിൻ്റെ മുമ്പും റമദാനിലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് റമദാനിൻ്റെ മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മളെ വീട്, അതേപോലെ നമ്മളെ റൂം, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. നമ്മളെ റൂമിലും കിച്ചണിലും ഒക്കെ ഒരുപാട് പൊടി, മാറാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റാക്കി വെക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവരുടെ വീടും ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും. എന്നാലും റമദാൻ പ്രിപ്പറേഷൻസ് എന്നുള്ളതിൽ ഞാൻ ഈ ഒരു പോയിൻ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പേ നിയ്യത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ റമദാനിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് റമദാനിലേക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഇട്ട് വെക്കുക. അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അതൊക്കെ നമ്മൾ ലിസ്റ്റ് ഇട്ട് വെക്കുക. പിന്നെ നമ്മൾ മുന്നേ ഒരു ബഡ്ജറ്റ് പ്ലാനർ ചെയ്തിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് അധിക ചിലവൊന്നും വരില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളെ വീടൊന്ന് റമദാനിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരുപാട് ക്യാഷൊന്നും ചിലവാക്കിയിട്ട് ചെയ്യണമെന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമ്മളെ വീട്ടിൽ കൊണ്ടുവരിക. റമദാനാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെയും നമ്മളെ കുട്ടികളെയും ഒക്കെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ അതിനൊന്നും ടൈമില്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളെ കുട്ടികളെ ഏൽപ്പിക്കുക. അപ്പോൾ അവർക്കും സന്തോഷമാവും ഇങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ അവരെ ഏൽപ്പിക്കുമ്പോൾ. ഇതിപ്പോൾ ഞാനൊരു കാലിഗ്രഫി ചെയ്തിട്ടുള്ളതാണ്. അധികം റമദാനിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ പ്രയർ ഡ്രസ്സ്, അതുപോലെ പ്രയർ മാറ്റ്, ഇതൊക്കെ ഒന്ന് നന്നായി കഴുകി നല്ല വൃത്തിയാക്കി വെക്കുക. എന്നിട്ടതിൽ അത്തറൊക്കെ പുരട്ടി നല്ല ഒരു സ്മെല്ലൊക്കെ ആക്കുക. അപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അധികം റേറ്റൊന്നുമില്ല, 500 രൂപയുടെ ഉള്ളിലല്ലേ ഉള്ളൂ. അപ്പോൾ കീറിയതൊന്നും പ്രയർ ഡ്രസ്സ് ഉപയോഗിക്കാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങളെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ റൂമിൽ ഇബാദത്തിന് വേണ്ടിയിട്ടൊരു കോർണർ റെഡിയാക്കുക. നമ്മളെ വീടിപ്പോൾ എത്ര ചെറുതായിക്കോട്ടെ, സൗകര്യം കുറവായിക്കോട്ടെ, എന്നാലും നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്നൊരു ഏരിയ ഉണ്ടാവില്ലേ, ആ ഒരു ഏരിയ നമ്മൾ ഇബാദത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് നമ്മളെ പ്രയർ ഡ്രസ്സ്, പ്രയർ മാറ്റ്, ഖുർആൻ, തസ്ബീഹ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കോർണറിൽ വെക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ഈ ഒരു ഏരിയ തന്നെ ഉപയോഗിക്കുക. നമുക്ക് എപ്പോഴാണ് ഖുർആൻ ഓതാൻ തോന്നുന്നത് അതൊക്കെ ഈ ഒരു സ്ഥലത്തിരുന്നിട്ട് തന്നെ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്നറിയോ, അന്ത്യനാളിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു സ്ഥലം നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് സാക്ഷ്യം വഹിക്കും എന്നാണ് പറയുന്നത്. ആറാമത്തെ കാര്യം, നമ്മളൊരു സ്വതക്ക ബോക്സ് ഉണ്ടാക്കി വെക്കുക. ഇതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ എന്തെങ്കിലും ഒരു രൂപ എല്ലാ ദിവസവും ഇതിലിടുക. അത് നമ്മൾ സ്വതക്കക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണെന്നുള്ളത് മനസ്സിൽ നിയ്യത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാഷ് യത്തീമായ കുട്ടികൾക്കോ അതല്ലെങ്കിൽ പാവപ്പെട്ട വല്ല വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനോ അങ്ങനെ എന്തെങ്കിലും നിയ്യത്ത് വെച്ചിട്ട് സ്വതക്ക ചെയ്യുക. സ്വതക്ക ചെയ്യുക എന്നതിന് നമ്മൾ ഇസ്ലാമിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അർഹിച്ച പ്രതിഫലം ലഭിക്കും. ഇനി ഏഴാമത്തെ കാര്യം, നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് മനപ്പാടാക്കുക. ചെറിയ സൂറത്തായാലും വലിയ സൂറത്തായാലും കുഴപ്പമില്ല, ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്ത് എടുക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ആ ഒരു സൂറത്ത് മനപ്പാടാക്കുക. അള്ളാഹുവിനോട് പ്രത്യേകം
നിയ്യത്ത് വെക്കുക. ഞാനിങ്ങനെ റമദാനിൽ ഈ ഒരു സൂറത്ത് മനപ്പാടാക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലം എനിക്ക് തരണമെന്ന് നിയ്യത്ത് വെക്കുക. നമ്മൾ ഏതൊരു കാര്യത്തിനും നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും. പറ്റുന്നവരൊക്കെ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളായ അസ്മാ ഉൽ ഹുസ്ന ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ റമദാനിൽ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ നമുക്ക് അർഹിച്ച പ്രതിഫലം അള്ളാഹു തരും. ഇനി 8ാമത്തെ കാര്യം, നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പാപമോചനം തേടുക. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്തൊക്കെ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ലുക. ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് അള്ളാഹു നടത്തി തരേണ്ടതായിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ നിയത്ത് വെച്ചിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ പരിഹരിക്കാൻ കഴിയും. 9ാമത്തെ കാര്യം, നമ്മളെ ദുആയിൽ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ദുആ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആയാണ്. അപ്പോൾ നമ്മളെ മാതാപിതാക്കൾക്കും നമ്മളെ മക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും അതേപോലെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ദുആ ചെയ്യുക. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മളും നന്മയുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ പറയാതെ തന്നെ അള്ളാഹു നമുക്കത് നടത്തിത്തരും. ഇനി 10ാമത്തെ കാര്യം, റമദാനിൽ എല്ലാ ദിവസവും നമ്മൾ ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന്. അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്നറിയുക ചെയ്യേണ്ടത്, നമ്മൾ സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതേ മുസല്ലയിൽ തന്നെ സൂര്യൻ ഉദിക്കുന്ന വരെ ഇരിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഖുർആൻ ഓതാം, ദിക്റുകൾ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, ധാരാളം ദുആ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് സൂര്യൻ ഉദിച്ചതിൻ്റെ ശേഷം നമ്മൾ 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. 11ാമത്തെ കാര്യം, നമ്മൾ കൂടുതലായിട്ട് ഖുർആൻ ഓതുക. ചുരുങ്ങിയതൊരു 3 ഖത്തമെങ്കിലും നമ്മൾ ഓതി പൂർത്തിയാക്കും എന്നുള്ളത് മനസ്സിലൊരു തീരുമാനം എടുക്കുക. നമ്മളെക്കൊണ്ടിപ്പോൾ 3 ഖത്തൊന്നും ഓതി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. ഖുർആനിൽ നമ്മൾ ഓതുന്ന ഓരോ അക്ഷരത്തിന് പോലും അള്ളാഹു നമുക്ക് 10 പ്രതിഫലം വെച്ചിട്ട് തരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരക്ഷരത്തിന് 10 പ്രതിഫലം തരുന്നുണ്ടെങ്കിൽ ഒരു ആയത്തിന് നമുക്ക് എത്ര പ്രതിഫലം കിട്ടുന്നുണ്ട്, ഒരു സൂറത്തിന് എത്ര പ്രതിഫലം കിട്ടുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഖത്തം ഓതിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പുണ്യമാണ് അള്ളാഹു നമുക്ക് തരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ സമയം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. 12ാമത്തെ കാര്യം, നമ്മളൊരു ദുആ ബക്കറ്റ് ലിസ്റ്റ് റെഡിയാക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റാക്കി വെക്കുക. പിന്നെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അസ്മാ ഉൽ ഹുസ്ന ചേർത്തുകൊണ്ട് ദുആ ചെയ്യുക. അസ്മാ ഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ടുള്ള ദുആക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം ലഭിക്കും. 13ാമത്തെ കാര്യം, 5 വഖത്ത് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് അത് നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 5 വഖത്ത് നിസ്കാരം സമയത്തിന് നിസ്കരിക്കുക. 14ാമത്തെ കാര്യം, നല്ലൊരു റമദാൻ പ്ലാനർ അല്ലെങ്കിൽ ഒരു സലാ ട്രാക്കർ റെഡിയാക്കി വെക്കുക. അങ്ങനെ ഒരു പ്ലാനർ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ ഇബാദത്തുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ വർഷത്തെ റമദാൻ പ്ലാനർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. പിന്നെ ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് റമദാൻ പ്ലാനർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട്, അപ്പോൾ കുറച്ച് പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇത് നിഷിത എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു സബ്സ്ക്രൈബർ മാത്രമല്ല, ആളിപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ടാണ്.
അപ്പോൾ ആൾ ചെയ്തിട്ടുള്ളൊരു പ്ലാനറാണ്. മാഷാ അല്ലാഹ് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതും നമ്മളൊരു സബ്സ്ക്രൈബർ നിഫ്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി ചെയ്തിട്ടുള്ള വർക്കാണ്. ആൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും നമ്മളെ വീഡിയോ ഇരുന്ന് കാണുകയും അതിലത്തെ പോലെ പ്ലാനറൊക്കെ റെഡിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. മാഷാ അല്ലാഹ്. അതേപോലെ ഇത് സജില എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു സബ്സ്ക്രൈബർ ചെയ്തിട്ടുള്ള പ്ലാനറാണ്. വേറെയും കുറച്ച് പേര് കമൻ്റൊക്കെ ചെയ്തിരുന്നു പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അയച്ചു തരാനൊന്നും പറ്റിയിട്ടില്ല. എന്തൊക്കെ ആയാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. മാഷാ അല്ലാഹ്. 15ാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. ഓരോരുത്തരുടെ ബാഡ് ഹാബിറ്റ്സ് എന്താണെന്നുള്ളത് അവരവർക്കെല്ലാം അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആവുക. 16ാമത്തെ കാര്യം, ദിക്റും സ്വലാത്തും ധാരാളമായിട്ട് അധികരിപ്പിക്കുക. നമ്മളെന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണം പിടിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ 1000 സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോസ് കാണാം. അപ്പോൾ അത് ഓൺ ചെയ്തിട്ടിട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ കറക്റ്റ് എണ്ണം നമുക്കറിയാൻ പറ്റും. ഇനി 17ാമത്തെ കാര്യം, നമ്മൾ ഇസ്ലാമിക് കോഡ്സോ അല്ലെങ്കിൽ ഖുർആൻ ആയത്തുകൾ അങ്ങനെയുള്ളതൊക്കെ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളത് വാട്സപ്പിൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ സ്റ്റോറിയോ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ മറ്റുള്ളവരിത് കാണുകയും ചെയ്യും. അവർക്കും ഇതുപോലെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഖുർആൻ്റെ ഒരു ആയത്താണെങ്കിലും അവരത് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കും കിട്ടും. ഇനി അവസാനത്തെ, അതായത് 18ാമത്തെ കാര്യമാണ്, അള്ളാഹുവിനോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും കുറിച്ചോർത്ത് അൽഹംദുലില്ലാ പറയുക. നമ്മൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് ഓരോ സെക്കൻഡിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.